ഈ നാട് വിജയിച്ചിറക്കിയ നാടാണ്. തൗഹീദ് വിജയിച്ച നാടുകളിലൊന്നായിരുന്നു. നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് തിരിച്ചുപോയത്. സെയ്ദ് മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, സെയ്ദ് മൗലവി അദ്ദേഹം തൗഹീദിനു വേണ്ടി പ്രസംഗിക്കാത്ത നാടുകളില്ല. വിനയാന്വിതനായ പണ്ഡിതൻ റഹിമഹുല്ലാഹ്. അദ്ദേഹം ഒരിക്കൽ പൊന്നാനിയിൽ വന്നു. പൊന്നാനിയിൽ കടപ്പുറം ഭാഗത്താണ് അദ്ദേഹം ഒരിക്കൽ പ്രഭാഷണം നിർവഹിച്ചത്. തൗഹീദിനു വേണ്ടി പ്രസംഗിച്ചു. ഉക്കുവന്മാരും മറ്റുമൊക്കെ ധാരാളമുള്ള കടപ്പുറം ഭാഗമായിരുന്നു. ചില ആളുകൾ സ്റ്റേജ് കയ്യേറി സെയ്ദ് മൗലവി അടിച്ചു. അവിടെ ആ പരിപാടി സംഘടിപ്പിച്ച ആളുകൾക്ക് മർദ്ദനമേറ്റു. മൗലവിയുടെ കഴുത്തിൽ അവർ മാലപ്പടക്കം പൊട്ടിച്ചു. മാലപ്പടക്കം കഴുത്തിലിട്ട് തീ കൊടുത്തി. കനാലിലിട്ട് അദ്ദേഹത്തെ ചവിട്ടി. അങ്ങനെ അദ്ദേഹം പരിക്കുകൾ ബാധിച്ച് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അന്ന് ആ നാട്ടിലുണ്ടായിരുന്ന MP യോ മറ്റോ അദ്ദേഹം മൗലവിയെ സന്ദർശിച്ചപ്പോൾ പറഞ്ഞു, മൗലവി നിങ്ങൾ ആരാണെന്ന് പറഞ്ഞല്ല, ഞങ്ങൾ വേണ്ടത് ചെയ്യുന്നതാണ്. അന്ന് മൗലവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരാളെയും അറിയില്ല. അറിയാം, ആൾക്കാരെ എനിക്കൊരാളെ അറിയാം. ഞാൻ ഒരാൾക്കെതിരെയും ശിക്ഷാ നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾക്ക് തിരിച്ചു പോകാം. അന്ന് MP ആയിരുന്ന അയാൾ അദ്ദേഹം പറഞ്ഞു, മഹാന്മാരുടെ ചരിത്രങ്ങളിൽ ഞാൻ ഇതിന് സമാനമായത് വായിച്ചിട്ടുണ്ട്. ആദ്യമായാണ് ഞാനത് എൻ്റെ കൺമുന്നിൽ കണ്ടത്. അങ്ങനെ തൗഹീദ് പടുത്തുയർത്തപ്പെട്ട നാടാണ്. സഹോദരങ്ങളെ, വെറുതിരിക്കരുത്. ഇന്ന് തൗഹീദുള്ളവരെ ബാധിച്ച ഏറ്റവും വലിയ പ്രശ്നം മടിയാണ്. വീണ്ടും ഞാനത് ആവർത്തിക്കാൻ ആഗ്രഹിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്ര സമയമാണ് ഇതിനുവേണ്ടി പണിയെടുക്കുന്നത്? വളരെ കുറഞ്ഞ സമയമുള്ളൂ. ഇങ്ങനെ പോരാ, ഇത് പോരാ, ഇത്ര മതിയാവുകയില്ല. ഈ നാട് വിജയിച്ചിറക്കിയ നാടാണ്. തൗഹീദ് വിജയിച്ച നാടുകളിലൊന്നായിരുന്നു. നമ്മൾ മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഈ അവസ്ഥയിലേക്ക് തിരിച്ചുപോയത്. ഇന്ന് നിങ്ങൾ ശിർക്കിൻ്റെയും ഖുറാഫാത്തിൻ്റെയും ആളുകളുടെ സംഘബലം നോക്കൂ. അവരുടെ സംഘബലം അവർക്ക് പരലോകത്ത് ഒരു ഉപകാരവും ചെയ്യാൻ പോകുന്നില്ല. അവരുടെ ദീനിനത് യാതൊരു സഹായവുമല്ല. അവർ പറയുന്ന മാർഗ്ഗം സത്യമാണെന്നതിന് ഒരു സൂചന പോലും ഇതിലില്ല. അവരുടെ ആ സംഘബലത്തിന് യാതൊരു വിലയും നമ്മൾ കൽപ്പിക്കുന്നില്ല. പക്ഷേ ജനങ്ങൾ വഴികേടിലേക്ക് എത്തുന്നു എന്ന് നമ്മൾ വേദനിപ്പിക്കണം. നമുക്ക് ആൾ കൂടുന്നു പറയുന്നത് യാതൊരു പ്രശ്നമില്ല. കുറഞ്ഞാൽ കൂടിയാൽ ഒരു കാര്യമില്ല. പലപ്പോഴും ആൾ കൂടിയാലാണ് പ്രശ്നം. ഇഖ്ലാസ് നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പണിയെടുക്കുന്നത് കുറയ്ക്കരുത്. നന്നായി പണിയെടുക്കണം, നന്നായി പ്രവർത്തിക്കണം. ജനങ്ങളിലേക്ക് തൗഹീദ് എത്തിച്ചു കൊടുക്കണം. അവർക്ക് പറഞ്ഞു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ മാറ്റി വരുത്തരുത്. പലപ്പോഴും എവിടെയെങ്കിലും ഒരു കാര്യം പ്രവർത്തിക്കാൻ തുനിഞ്ഞാൽ എല്ലാവരും പറഞ്ഞ പരാജയം എന്താ? എല്ലാവരും പറഞ്ഞത് നാട്ടിൽ രണ്ടാളുടെ പണിയെടുക്കാൻ, ബാക്കി ഒരാൾ പണിയെടുക്കാണ്ടാവില്ല. എല്ലാവരും ചർച്ച ചെയ്യാനുണ്ടാവും, പണിയെടുക്കില്ല. വിയർപ്പ് ഒഴുക്കി പണിയെടുക്കണം. ഒരു ലഘുലേഖ നിങ്ങൾ കൊടുക്കുക, ഒരു പുസ്തകം കൊണ്ടുപോയി കൊടുക്കുക, ഒരു ദർശനം നിങ്ങൾ കേൾപ്പിക്കുക. ഒരു ദിവസം ഒരാളെ നിങ്ങൾ വിളിച്ച് കൊണ്ടുവരാം. ദീനുകൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാന്നുള്ള ഞാൻ ഉദ്ദേശിക്കുന്നത്. ദീനിൻ്റെ സദസ്സിലേക്ക് എവിടേക്കാണോ ദീൻ പഠിക്കാൻ പറ്റുന്ന സ്ഥലം കൊണ്ടുപോകും. ഒന്ന് കേട്ട് നോക്ക്. നീ പറഞ്ഞു അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഒരു തവണ പറഞ്ഞു, ഞാൻ അവരോട് സംസാരിക്കാല്ല. അങ്ങനെയാണ് പല ആൾക്കാർ. ഒരു തവണ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ എത്ര കാലമാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ ചിലപ്പോൾ പറയുന്നതാണ്, മൗലവി നിങ്ങൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ സ്വീകരിക്കില്ല, നിങ്ങളെ പണി നിൽക്കൂടെ? ഇല്ല, അങ്ങനെ അവനവൻ്റെ പണി നോക്കാൻ പറ്റില്ല. പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരാൾ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഈ കാലങ്ങളോട് പറഞ്ഞു ഒരാൾ സ്വീകരിച്ചില്ല, അതുപോലെ കുഴപ്പമുണ്ടോ? ഇല്ല, നീ പറഞ്ഞു, നിനക്ക് പ്രതിഫലമുണ്ട്. നൂഹ് നബി എത്ര കാലം 950 കൊല്ലം പറഞ്ഞു, ഇത്ര ആൾക്കാരെ കിട്ടി. കുറഞ്ഞ ആൾക്കാരെ കിട്ടിയുള്ളൂ. ആളെ കിട്ടിയില്ല പ്രശ്നമല്ല. നീ പറയണം, ദീൻ പറഞ്ഞു കൊടുക്കണം. ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. നമ്മുടെ നബി നമുക്ക് പഠിപ്പിച്ച മാർഗ്ഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ നാടുകളിൽ നിങ്ങൾ തൗഹീദ് പറയുക. മറ്റുള്ളവരെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പ്രസംഗിപ്പിക്കുക, അതൊക്കെ വേണം. പക്ഷേ നിങ്ങൾ തൗഹീദ് പറയണം. നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്കറിയാം, വേറെ കാലം പുറത്തുനിന്ന് വിടുന്ന ഒരു പരിചയമില്ലാത്ത ആളുകൾ സംസാരിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്നതിനേക്കാൾ സ്വാധീനം നിങ്ങൾ പറയുന്നതിന് ചിലപ്പോൾ ഉണ്ടാകും. അവനവൻ്റെ നാട്ടിൽ അവനവന് തൗഹീദി ദഅവത്തിൽ ഒരു പങ്കുണ്ടായിരിക്കണം. ആ പങ്ക് നമ്മൾ ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. ചില ആളുകൾ അതിൽ തീരെ അശ്രദ്ധരാണ്. അവനവൻ്റെ നാട്ടിൽ ദീൻ പറയുന്ന കാര്യത്തിൽ